ഇന്നിപ്പോൾ ഡയാലിസിസ് ഉള്ള ഒരു ദിവസമാണ്. 2 ദിവസം മുൻപാണ് നമ്മൾ സെന്ററിലേക്ക് മാറിയത്. രാവിലെ 7 മണിക്കാണ് ഡയാലിസിസ് വരുന്നത്. അങ്ങനെ ഡയാലിസിസ് സെന്ററിലെത്തി ഇഞ്ചക്ഷനും ഉപ്പന്റെ ഡയാലിസിസ് ബുക്കും അകത്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പന്റെ പേര് വിളിച്ചു. അങ്ങനെ ഡയാലിസിന് മുന്നേ വെയിറ്റ് ചെക്ക് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ഉപ്പന്റെ വെയിറ്റ് ചെക്ക് ചെയ്ത് ഉപ്പന്റെ ബെഡിൽ കിടത്തി ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ഞാൻ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോന്നു. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. ഡയാലിസിസിന് വന്ന വേറെ ഒരുപാട് ആളുകളുണ്ട്. അവരെ ബൈസ്റ്റാൻഡേഴ്സും വെയിറ്റിംഗ് ഏരിയയിലുണ്ട്. അപ്പോൾ അതിലൊരാൾക്ക് ടി വിയിൽ ന്യൂസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ രാജേഷ് ചേട്ടൻ അവർക്ക് ടി വി ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. രാജേഷ് ചേട്ടൻ്റെ അമ്മക്കാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഞാനും രാജേഷ് ചേട്ടനാണ് സെന്ററിൽ എത്തിയാൽ കൂടുതലും സംസാരിച്ചിരിക്കാറ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പക്ക് ചായ വാങ്ങിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോവാണ്. രാജേഷ് ചേട്ടൻ്റെ അമ്മക്കും ചായ വാങ്ങിക്കാനുണ്ട്. പോകുന്ന വഴിക്ക് രാജേഷ് ചേട്ടൻ്റെ കാറിൽ കഴിഞ്ഞ ദിവസം ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ലാതെ ഒരാൾ ബൈക്ക് കൊണ്ടുവന്ന് തട്ടിച്ച കഥ പറയുന്നു. അങ്ങനെ ഹോട്ടലിലെത്തി ചായ ഒക്കെ വാങ്ങിച്ച് സെന്ററിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോന്നു. ഉപ്പന്റെ ഒരു കയ്യിൽ BVT സർജറി കഴിഞ്ഞ് അത് ശരിക്കും ഉണങ്ങിയിട്ടില്ല. മറ്റേ കയ്യിൽ പുതിയ ഫിസ്റ്റിൽ ചെയ്തുകൊണ്ട് ഉപ്പന്റെ കാലിലാണ് ഇപ്പോൾ BP ചെക്ക് ചെയ്യാറ്. അങ്ങനെ ഉപ്പക്ക് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പന്റെ കാലിൽ മസിൽ കയറി. അപ്പോൾ കുറച്ചു നേരം ഞാൻ പ്രസ് ചെയ്ത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ മാറി. ആദ്യമൊക്കെ ഉപ്പ ചായ ഒറ്റയ്ക്ക് തന്നെ എടുത്തു കുടിക്കായിരുന്നു. ഇപ്പൊ 2 കൈയിലും സർജറി കഴിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് എടുത്തു കുടിക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ ഉപ്പക്കുള്ള ചായ വാങ്ങിച്ച് അകത്ത് വെച്ച് ഞാൻ ഓഫീസിലേക്ക് പോകാറാണ് പതിവ്. ഡയാലിസിസ് കഴിയാൻ നേരം സെന്ററിലേക്ക് വന്ന് ഉപ്പനെ പിക്ക് ചെയ്യും. എന്നാൽ ഇപ്പോൾ ഉപ്പന്റെ കൂടെ തന്നെ നിൽക്കണം. ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ ഉപ്പക്ക് ഒരു ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പക്ക് ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത്. അതുപോലെ ഫിസ്റ്റിൽ ചെയ്ത കൈ നല്ല വീക്കുണ്ട്. ഒരു 3-4 ദിവസം നല്ല പെയിനും വീക്കും ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. ബാക്കി നാളെ.